സിജോയുമായി കൂടിക്കളിച്ചുകൊണ്ട് രതീഷ് പുതിയൊരു ഗെയിം പ്ലാൻ ഇറക്കുന്നു. അതായത് ബിഗ് ബോസ് സീസൺ 6 എല്ലാവരും ഒരു ആക്റ്റീവ് അല്ലാതിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ആക്റ്റീവാക്കി എടുക്കണം. അതിൻ്റെ ഭാഗമായിട്ട് സിജോ പറയുന്നു, നിങ്ങൾ കളിക്കണം, എനിക്കെതിരെ കളിക്കണം, ഞാനിവിടെ ഗെയിമറായിട്ട് വന്നതാണ്, ഗസ്റ്റല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കണം സിജോയോട് പറയുകയാണ്. അപ്പോൾ സിജോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടാകും. ഫൈറ്റ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും ആക്റ്റീവ് ആവും. സ്വാഭാവികമായിട്ടും ജിൻഡോയുമായിട്ടായിരിക്കും നിങ്ങൾ ഓപ്പോസിറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കളിക്കാനൊരു സംഭവം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇന്നും ബിഗ് ബോസ് സീസൺ 6 ഒന്ന് ഉയർത്തിയെടുക്കണം എന്നാണ് നമ്മുടെ രതീഷ് സിജോയോട് പറയുന്നത്. സിജോ ഇത് അംഗീകരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ച് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ഇതിനെ തിരുത്തണമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സിജോ ആണെങ്കിൽ നേരെ ചെന്ന് നമ്മുടെ ഗബ്രിയുടെയും അർജുൻ്റെയും ഋഷിയുടെയൊക്കെ അടുത്ത് ഇത് പറയുകയാണ്. അയാൾ ഗെയിമറാണ്, അല്ലാതെ ഗസ്റ്റല്ല. അപ്പോൾ അവർക്കെല്ലാം ടെൻഷൻ ഉണ്ട്. ഇയാളുടെ ഗെയിം ഒന്നൊന്നര ഗെയിമാണ്. അപ്പം എന്തായാലും ഇങ്ങനെ അത് ഇയാൾ ഗെയിമറായിട്ട് തന്നെ കൊണ്ടുവരികയാണെങ്കിൽ പ്രേക്ഷകർക്ക് കുറച്ച് നല്ല രസമായിരിക്കും. അപ്പം ഗസ്റ്റ് എന്നുള്ള ഇത് മാറ്റിയിട്ട് ഗെയിമറാക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം, എല്ലാ പ്രേക്ഷകരുടെയും ആഗ്രഹം. അപ്പോൾ അതൊന്ന് നടപ്പിലാക്കിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ വീട് ഇങ്ങനെ ഇരുമ്പോൾ ചത്ത വീട് പോലെ ഇരിക്കും. അപ്പോൾ എന്തായാലും പുള്ളിയുടെ പ്ലാൻ ഇപ്പം ബിഗ് ബോസ് പൊളിക്കുകയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പിന്നെ എനിക്കിതിനകത്ത് മനസ്സിലായ വേറൊരു കാര്യം, ഇപ്പം കഴിഞ്ഞ ദിവസം അഖിൽമാരാരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ ജാസ്മിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടി ബാക്കിയുള്ളവരെ എടുത്ത് കളയുന്ന പരിപാടി, ജയിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന പരിപാടി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫസ്റ്റ് ആഴ്ചയിലും രതീഷ് എന്ന ഗെയിമറെ എടുത്ത് ഔട്ടാക്കി കളഞ്ഞതും ഈ പറയുന്ന ആവശ്യത്തിന് വേണ്ടിയായിരിക്കും. ശിവനെ എടുത്ത് കളഞ്ഞതും ഈ ആവശ്യത്തിന് വേണ്ടിയായിരിക്കും എനിക്ക് തോന്നുന്നു.